So we used to boast ourselves that we have gone far ahead in terms of literacy. We have a long tradition of library movement in the country. And I would again repeat something which I had earlier. The number of libraries in Kannur district alone would be double the number of libraries available in UP as a state. So this district alone has got double the number of libraries an entire state of UP currently has. So this is the kind of accomplishment which we have been talking about. But after seeing her presentation, I think that we have got a lot many new things to learn from other states as well. And that movement has now become, I think, a popular movement across the Karnataka, maybe mostly due to your efforts. But we have got lot many new lessons to learn from such experiences. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സെഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So I would take one cue from what Srimati Uma has now explained. The policy has to be enabling rather. Policy should not be regulatory, policy should not be insisting on something. Rather, policy should say or policy should give enough freedom to act, to improvise. നമ്മൾ 14ാം പദ്ധതിയുടെ ഗൈഡ് ലൈൻസ് ഇപ്രാവശ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ we wanted to make it as futuristic as possible. We wanted to give enough freedom for the local bodies to operate. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രാമപഞ്ചായത്തുകളുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ലൈബ്രറികൾക്കും അവരുടെ കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള ആധുനികവൽക്കരണത്തിന് യഥേഷ്ടം തുക ചെലവഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായി അവരുടെ ഭൗതിക സൗകര്യങ്ങൾ ഇപ്പം നേരത്തെ കണ്ടു, വളരെ മനോഹരമായി സംവിധാനം ചെയ്തിട്ടുള്ള കർണാടകത്തിലെ കുഞ്ഞുങ്ങളുടെ ലൈബ്രറി. ഇതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ഗ്രാമപഞ്ചായത്തുകളുടെ വികസന ഫണ്ടിൽ നിന്നും തുക ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതാണ്, കുറച്ചുകൂടി പ്രാധാന്യം ഇപ്രാവശ്യം നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യത്തിനും പ്രാധാന്യം നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിവിടെ കണ്ടതുപോലെയുള്ള കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ലൈബ്രറികൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ്. ഇത് മാത്രമല്ല, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്കും ഈ ഭൗതിക സൗകര്യങ്ങളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില്ലറ പോരായ്മകൾ ഇവിടെ ഇന്നലത്തെ സെഷനിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തുകൾക്ക് പുസ്തകം വാങ്ങുന്നതിനുള്ള തുക അത് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കും. ചെറിയ ഒരു വീഴ്ച ഉണ്ടായതാണ്, ചെറിയൊരു വിട്ടുപോകലുണ്ടായതാണ്, അത് തീർച്ചയായും പരിഗണിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആധുനിക ലോകത്തെ ലൈബ്രറികളുടെ ഈ പുതിയ ഇപ്പോഴത്തെ ആ ഡയമെൻഷൻ, ആ മാനം, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ട പ്രസൻറ്റേഷനുകളിൽ കണ്ടിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായി നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നത് സംബന്ധിച്ച ആശയങ്ങൾ ശ്രീ ദിനേശൻ ഇവിടെ അവതരിപ്പിച്ച വളരെ സമഗ്രമായിട്ടുള്ള എങ്ങനെയാണ് ലൈബ്രറികൾ ഒരു നോളജ് സെൻ്ററായിട്ട് മാറുന്നത് എന്നത് സംബന്ധിച്ച ആശയങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇതിനകത്ത് ചില്ലറ പോരായ്മകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ പ്രയോക്താവും ബുദ്ധികേന്ദ്രവുമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് നമ്മളോടൊപ്പം ഉണ്ട്. അന്നത്തെ കാലം മുതൽ വിഭാവനം ചെയ്തിട്ടുള്ള ഒന്നാണ് ലൈബ്രറികളുടെ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാവുന്ന പങ്ക്. വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. സോ we have been discussing it for the last 25 years. What can the local governments do to improve libraries? And so many innovative attempts have happened in Kerala. ഓരോ ലൈബ്രറികളും ചെയ്യുന്ന വൈവിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇവിടെ പറഞ്ഞു എംപ്ലോയബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ
നോളജ് സെൻ്ററായിട്ട് മാറ്റുന്ന കാര്യത്തിൽ, ട്രെയിനിങ് സെൻ്ററുകളായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എന്നിങ്ങനെ കഴിയാവുന്നത്ര പ്രവർത്തനങ്ങൾ അവർ വൈവിധ്യപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ലൈബ്രറികളെ ഏകോപിപ്പിക്കുന്നതിന് അവർ തമ്മിലുള്ള പരസ്പര ബന്ധം, അത് വൈയക്തികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാങ്കേതികമായി അവരുടെ വിഭവങ്ങൾ സമാഹരിച്ച് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ച് ഇന്നലെയും ഇവിടെ ഡിസ്കഷൻ വന്നു. നമുക്ക് ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരു സാധാരണ പ്രോഗ്രാമർക്ക് ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ലൈബ്രറികളെ നെറ്റ്വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി അന്താരാഷ്ട്ര സോഫ്റ്റ്വെയറുകളൊന്നും നിലനിർത്തേണ്ട കാര്യമില്ല. നമുക്ക് ഒരു സാധാരണ പ്രോഗ്രാമർക്ക് നമ്മുടെ നാട്ടിലെ ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ അദ്ദേഹം ഇവിടെ പറഞ്ഞു, താങ്കളെപ്പോലുള്ള ഒരാൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കാവുന്ന ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ലൈബ്രറികളുടെയും വിഭവങ്ങളെ ക്രോഡീകരിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ പുസ്തകങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ ലൈബ്രറികളുടെ ശൃംഖല എന്ന വിധത്തിൽ നമ്മൾ വലിയ തോതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള മുഴുവൻ വിഭവങ്ങളും വിനിയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറികളെ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ലൈബ്രറികളെ ശാക്തീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഉന്നയിക്കുകയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോഴും വായനയെക്കുറിച്ച് പറയുമ്പോൾ കേരളീയരുടെ വായനയിൽ, കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ പൊതുവെ വായനയുടെ സ്വഭാവത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വൈ ഷുഡ് സംബഡി കം ടു ദ ലൈബ്രറി? എന്തിനാണ് ലൈബ്രറിയിൽ വരേണ്ടത്? ലൈബ്രറികൾ ഇപ്പോഴും നമുക്ക് പലപ്പോഴും കാൽപ്പനിക ഭാവം കലർന്ന ഒരു സംഗതിയാണ്. ലൈബ്രറികളിൽ നമ്മളെല്ലാവരും പറയും, ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും കഥകളുണ്ടാവും. നമ്മൾ സാഹിത്യം വായിച്ച് വളർന്നത്, നമ്മൾ ബാലസാഹിത്യം മുഴുവൻ 10ാം ക്ലാസ്സിനകത്ത് അല്ല 5ാം ക്ലാസ്സിനുള്ളിൽ തീർത്തത്, അതിനുശേഷം ലോക ക്ലാസിക്കുകളിലേക്ക് കടന്നത്, വിശ്വസാഹിത്യം അറിഞ്ഞത്, ഇവയൊക്കെ ലൈബ്രറികളിലൂടെയാണ് നമ്മളെല്ലാവരും പറയും. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള കഥകളുണ്ട്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് 25 years ദ നേച്ചർ ഓഫ് റീഡിങ് ഹാസ് ചേഞ്ച്ഡ്. ഇപ്പോൾ ഫിക്ഷൻ വായിക്കുന്നവർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കണം. ആധുനിക സമൂഹത്തിലെ പ്രത്യേകിച്ച് യുവതലമുറ വൈജ്ഞാനിക സാഹിത്യത്തിലേക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചരിത്രവും അതുപോലെ തന്നെ നരവംശാസ്ത്രവും ഒക്കെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കാം. ഇപ്പോൾ യുവാൽ ഹരാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബേസിക്കലി ഒരു ആന്ത്രോപോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ മനുഷ്യവംശത്തിൻ്റെ ചരിത്രമാണ്, സമൂഹത്തിൻ്റെ വികാസമാണ്. സോ ന്യൂ തിങ്സ് ആർ ഹാപ്പനിങ്. ഇങ്ങനെ ആ ശ്രേണിയിൽപ്പെട്ട നിരവധി പുസ്തകങ്ങൾ വരുന്നു. പലരും ഫിക്ഷൻ വായന അവസാനിപ്പിക്കുകവരെ ചെയ്തിട്ടുള്ളവരെ എനിക്കറിയാം. കാരണം ആ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, ഒരുപാട് മറ്റൊരു വൈജ്ഞാനിക മേഖലകളിൽ പഠിക്കുവാനുണ്ടല്ലോ എന്ന് കരുതി സാമ്പത്തിക ശാസ്ത്രവും നരവംശാസ്ത്രവും സോഷ്യോളജിയും ഒക്കെ ഇക്കണോമിക്സും ഒക്കെ വായിക്കുന്ന ഒരുപാട് ആൾക്കാർ. നമ്മൾ ഈ വായനയുടെ സ്വഭാവം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറി ഷുഡ് ബി അപ്ഡേറ്റഡ് ഇൻ റെസ്പോൺസ് ടു ദി ട്രെൻഡ്സ് ഇൻ റീഡിങ് ഇൻ ദ സൊസൈറ്റി. നമുക്കറിയാം, വായിക്കുന്ന മുഴുവൻ സമൂഹങ്ങളിലെ ആൾക്കാരുടെ പ്രായഭേദം നമ്മൾ മനസ്സിലാക്കണം. എത്ര പേര് വരുന്നുണ്ട്? ഇപ്പോൾ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ദ വൺ ഇൻ വിച്ച് 25 lakh students have been enrolled in a library is something which is substantial. Do we have a statistics on that? Does Kerala have we got a statistics on that? Have you ever thought of that? നമുക്ക് അങ്ങോട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ സ്കൂൾ കുട്ടികളിൽ എത്ര പേര് സ്കൂൾ ലൈബ്രറികളിൽ മാൻഡേറ്ററിലി ചിലപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് വേണ്ടതായിരിക്കും. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം പ്രദേശത്തുള്ള ലൈബ്രറികളുടെ, കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റികളുടെയോ പബ്ലിക് ലൈബ്രറികളുടെയോ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറികളിൽ എത്ര പേർക്ക് അംഗത്വമുണ്ട്? എത്ര നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അംഗത്വമുണ്ട്? 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ, 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ എത്ര പേർക്ക് അംഗത്വമുണ്ട്? എനിക്ക് തോന്നുന്നു വി ഹാവ് ടു തിങ്ക് ഓഫ് ദാറ്റ് ക്യാമ്പയിൻ. നമുക്ക് വലിയ തോതിൽ ആ ക്യാമ്പയിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വലിയ തോതിൽ അടുത്ത തലമുറയെ ലൈബ്രറികളിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കും. പക്ഷേ ലൈബ്രറികളിലേക്ക് അവരെ ആകർഷിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ അവിടെ ആവശ്യമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് എന്താണോ അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സ് അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. ആ കൊടുക്കുന്ന വിധത്തിൽ നമ്മുടെ ലൈബ്രറികളെ പുനഃസംവിധാനം ചെയ്യണം. ലൈബ്രറികളിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി, ഏതാണ്ട് ആവശ്യമില്ലാത്തതെന്ന് തന്നെ പറയാവുന്ന പുസ്തകങ്ങൾ കൊണ്ട് നിബിഡമാണ് നമ്മുടെ ലൈബ്രറികൾ. അത് ഗ്രാമപഞ്ചായത്തുകളുടെ ലൈബ്രറികൾ മാത്രമെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നല്ല വായനക്കാരുള്ള ലൈബ്രറിയിലുള്ള പഞ്ചായത്തുകളിൽ വളരെ നല്ല പുസ്തകങ്ങളുണ്ടാവും. കോളേജ് ലൈബ്രറികൾ ശ്രദ്ധിക്കണം, യൂണിവേഴ്സിറ്റി ലൈബ്രറികൾ ശ്രദ്ധിക്കണം. ഒരു റെഫറൻസും ക്രോസ് റെഫറൻസും ഇല്ലാതെ UGC ശമ്പളം മേടിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കമ്പൈലേഷൻ എന്ന് നമുക്ക് പറയാവുന്ന പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് പല ലൈബ്രറികളിലും. വി ഡോണ്ട് ഹാവ് ഓതൻറ്റിക് ബുക്സ്. ഓതൻറ്റിക് ബുക്സ് കോസ്റ്റ് യു ടു മച്ച്, ബട്ട്
ഹാവിങ് ആക്സസ് ടു ഓതൻറ്റിക് ബുക്സ് എയ്തർ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കേരളം മുഴുവൻ കാൽനെറ്റ് എന്നൊക്കെ പറയുന്ന പുതിയ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മുടെ ജേർണലുകൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. കാരണം ഏറ്റവും ആധുനികമായിട്ടുള്ള വിജ്ഞാനം എവിടെയാണോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് നേരിട്ട് നമുക്ക് പ്രാപ്യമാകേണ്ടതായിട്ടുണ്ട്. അത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതി. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നതും വായിക്കുന്നതും രണ്ടാംകിട എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അതിൻ്റെ അനാവശ്യങ്ങളായുള്ള ഇൻ്റർപ്രറ്റഡ് നോളജ് ആയിരിക്കും. പലപ്പോഴും അത് നമുക്ക് ഗുണകരമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് വിജ്ഞാനം നേരിട്ട് ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ ലൈബ്രറികളുടെ മുഴുവൻ കോമ്പോസിഷനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി കാര്യങ്ങൾ ഉണ്ട്. ചോദ്യങ്ങൾ വരുന്ന മുറയ്ക്ക് അവയോട് പ്രതികരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രവർത്താൻ കഴിയുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകാശമാണ് അവരുടെ അതിര്. എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ അവരുടെ ക്രിയാത്മകതയ്ക്ക് അനുസരിച്ച് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ രംഗത്തെന്നല്ല മറ്റേത് രംഗത്തും എന്തും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സാധ്യതകളും നമ്മുടെ കേരളത്തിലുണ്ട്. അത് ചെയ്യാതെ പോകുന്നത് ഭാവനയുടെ അഭാവമാണോ അത് നമുക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉയർത്തപ്പെടുന്ന പല പ്രശ്നങ്ങളുണ്ട്. വൺ തിങ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദേ സേ ദാറ്റ് ഡ്യൂറിങ് ദ കോവിഡ് ദ ലൈബ്രറീസ് ഇൻ കർണാടക ഹാവ് നോട്ട് സോട്ട് എനി ഫിനാൻഷ്യൽ എയ്ഡ് ഫ്രം ദ ഗവൺമെൻറ്. ഇന്നലെ ഞാനിവിടെ ലൈബ്രറി പ്രവർത്തകരെ കണ്ടു. 12 ലക്ഷം രൂപ വരെ ഒരു വർഷം സമാഹരിക്കുന്ന ലൈബ്രറികൾ സ്വന്തം പ്രവർത്തനങ്ങളിലൂടെ ആരെയും ആശ്രയിക്കാതെ ആ രൂപത്തിൽ വിഭവ സമാഹരണത്തിൻ്റെ ഒരു വലിയ സാധ്യതയുണ്ട്. ഞാനീ പറയുന്ന വായന എന്ന് പറയുന്ന നമ്മളീ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നമ്മൾ കണ്ട ഉദാഹരണങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് കുഞ്ഞുങ്ങളെ ആകർഷിക്കുമ്പോൾ അതൊരു വരുമാന സ്രോതസ്സായിട്ട് മാറേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഉണ്ട്. നേരത്തെ പറഞ്ഞ പല ശ്രേണികളിൽപ്പെട്ട വായനക്കാർ അവിടെ വരുന്ന സമയത്ത് വരുമാനം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രൂപത്തിൽ ആധുനികവൽക്കരിക്കുന്ന വളരെ സമകാലികമായി പരിഷ്കരിക്കാവുന്ന വിധത്തിൽ നമുക്ക് ലൈബ്രറികളെ മാറ്റി തീർക്കാൻ കഴിയുമോ എന്ന വിശദമായിട്ടുള്ള ചർച്ച വേണ്ടതായിട്ടുണ്ട്. ശ്രീ ദിനേശൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പെർസ്പെക്റ്റീവ് പ്ലാൻ on library, particularly with the State Library Council, should also think of incorporating some of the new ideas which you have got from across the world. ഇവിടെ മാത്രമല്ല, ഇന്നലെ പല വേദികളിലും ലോകമെമ്പാടും നടക്കുന്ന ലൈബ്രറികളുടെ നവീകരണത്തിൻ്റെ മാതൃകകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ വലിയൊരു അനുഭവമാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ഗിവിംഗ് us this exposure about what is happening in the neighborhoods. Thank you so much. Thank you.